നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ, വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റും കരൾ രോഗവിദഗ്ധനുമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈയിടെയായി ധാരാളമായിട്ട് മഞ്ഞപ്പിത്തം എന്ന അസുഖം പടർന്നു പിടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മഞ്ഞപ്പിത്തം എന്നുള്ളത് ഒരു അസുഖമല്ല, ഒരു രോഗത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്തമാണ്. ഈ അസുഖം നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖം വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുദ്ധിയുള്ള വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ RO ഫിൽട്രേഷൻ ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുന്നതിലൂടെ ഈ അസുഖം വരാതെ നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഈ അസുഖം 99% ആളുകൾക്കും പ്രത്യേക ട്രീറ്റ്മെൻറ്റ് പോലും ആവശ്യമില്ലാതെ മാറുന്ന ഒന്നാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞപ്പിത്തം ഉള്ള ആളുകൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. 2, ഇതിൻ്റെ തീവ്രത നിശ്ചയിക്കുക. ഇത് രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിലൂടെയും പരിശോധനയിലൂടെയും നമുക്ക് നടത്താവുന്നതാണ്. പിന്നീട് ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പഥ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. ആദ്യത്തെ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിക്ക ആളുകൾക്കും രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും ഭേദമാകുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. ഈ ഘട്ടത്തിൽ പോലും അസഹ്യമായ ചൊറിച്ചിലില്ലാത്ത പക്ഷം പ്രത്യേകമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ജാഗ്രത മാത്രം മതി. ശുദ്ധമായ ജലം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ അസുഖം വന്നാൽ വ്യക്തമായിട്ടുള്ളൊരു ചികിത്സ തേടുക, അതിൻ്റെ തീവ്രത നിശ്ചയിക്കുകയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. താങ്ക് യു.